ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ജിഞ്ചർ ലൈം ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത്. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ജിഞ്ചർ ലൈം ഉണ്ടാക്കുന്നതിന് ഞാനൊരു 8 നാരങ്ങ എടുത്തു വച്ചിട്ടുണ്ട്, 2 കപ്പ് പഞ്ചസാര എടുത്തു വച്ചിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചിയും എടുത്തു വച്ചിട്ടുണ്ട്. നമ്മളൊരു 2 ലിറ്ററിൻ്റെ ജിഞ്ചർ ലൈമാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ആവശ്യത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് 2 ലിറ്ററിൻ്റെ ജിഞ്ചർ ലൈം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ലിറ്റർ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്കൊന്ന് നല്ലതായിട്ട് ചതച്ചെടുക്കണം. ഈ ലൈം പിഴിഞ്ഞ അതിൻ്റെ ഫ്രഷ് ജ്യൂസ് മാത്രം എടുക്കണം. നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച ഇഞ്ചിയെല്ലാം ഈ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടു. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരാറായിട്ടുണ്ട്. ഞാൻ അടപ്പ് മാറ്റി കൊടുത്തില്ലെങ്കിൽ അത് കവിഞ്ഞു പോകും. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളവും ഇഞ്ചിയും പഞ്ചസാരയെല്ലാം കൂടെ തിളച്ച് വന്നത് ഓഫ് ചെയ്ത് കൊടുക്കാം. തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തണുത്തിട്ട് ഇതിൽ ലൈം ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റമിൻ സി മുഴുവൻ നഷ്ടപ്പെടും. നമുക്കിത് നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെ ചതച്ചതും ഒക്കെ ഉള്ളത് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് മാറിക്കിട്ടും. ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തു. ഈ തണുത്ത ജിഞ്ചർ ജ്യൂസിലേക്ക് നമ്മൾ ആ 8 നാരങ്ങ പിഴിഞ്ഞെടുത്ത ഫ്രഷ് ജ്യൂസാണ് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നല്ലതായിട്ട് ഇളക്കാം. അങ്ങനെ നമ്മളൊരു 2 ലിറ്റർ ജിഞ്ചർ ലൈം ജ്യൂസ് റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.